हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പബ്ലിക്കേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു അപ്പം കുറച്ച് ലേറ്റായി ക്ഷമിക്കണം ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു അതാണ് എല്ലാവരും ലൈവിൽ വരട്ടെ വന്നിട്ട് ഇന്നത്തെ അന്നദാനം ആരുടെയൊക്കെയാന്ന് പറയാം ക്ഷമിക്കണം കുറച്ച് വൈകി കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്കിന്ന് വെള്ളം എത്തിയിട്ടില്ല അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെള്ളം വന്നിട്ടില്ല അന്ന് ഇന്നത്തെ വെള്ളം നാളെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇന്ന് അന്നദാനം കൊടുക്കുന്നത് സമന്യുവിന് 5 പേരുടെ അന്നദാനമുണ്ട് സമന്യുവിൻ്റെ പേരിലൊരു വസ്ത്രദാനമുണ്ട് ബ്രാഹ്മൺസിന് അപ്പം ഞാനിവിടെ ബ്രാഹ്മൺ തിരുമേനി ഇത് കണ്ടോ ഇത് അയോധ്യ മണ്ഡപമാണ് ഇവിടെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് കാണിച്ചു തരാം അയോധ്യ മണ്ഡപത്തിലാണ് ബ്രാഹ്മൺസിന് വസ്ത്രദാനം ചെയ്യാറ് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും തിരുമേനി പോയി അപ്പം ഞാൻ ഫോണിൽ വിളിച്ചു അപ്പം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല അമ്പിളി എനിക്ക് നാളെ തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം 2 വസ്ത്രദാനം ഇന്നുണ്ട് ഒന്ന് നിമിഷയുടെ പേരിൽ അമ്മ ശോഭ നായർ നിമിഷ ഭരണി ഒരു വസ്ത്രദാനം അയ്യോ എല്ലാവരും മെസ്സേജ് നോക്കാം എൻ്റെ മെസ്സേജ് നോക്കുമെന്ന് പറഞ്ഞിട്ട് ദൈവത്തോർത്ത് ലൈവിലിടല്ലേ ഞാൻ ഈ വയ്യാണ്ടും അന്നദാനത്തിന് നിങ്ങളുടെ സർവീസിനല്ലേ ഇറങ്ങിയത് ഞാൻ എല്ലാവരുടെ മെസ്സേജ് നോക്കാം ഇന്നൊരു 100-120 മെസ്സേജ് നോക്കി അപ്പോൾ എനിക്ക് ഒരു ദിവസം എനിക്ക് ഇത്രയൊക്കെ പറ്റൂ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പറ്റുന്നില്ല മേഘ മാതാജി ഒട്ടും വിഷമിക്കണ്ട ഇനി ഞാൻ മേഘ മാതാജിയുടെ മെസ്സേജ് നോക്കിയിട്ടന്നെ ബാക്കി കാര്യം സമാധാനമായിട്ടിരിക്കും ഞാൻ നോക്കാം കേട്ടോ അപ്പോൾ 2 വസ്ത്രദാനം ഉണ്ട് നമുക്കിന്ന് സമന്യു പിന്നെ നിമിഷ 2ഉം കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും തിരുമേനി ഇവിടെ ഇല്ല അപ്പം നാളെ കൊടുക്കാം വസ്ത്രം ഞാൻ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട് വസ്ത്രം 2ഉം എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആ ബ്രാഹ്മൺസിനുള്ള വസ്ത്രവും കണ്ടാണ് ഓടി വന്നത് അപ്പോഴേക്കും വസ്ത്രം നമുക്ക് ഈ 2 വസ്ത്രവും ഞാൻ വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്തായി തിരുമേനി ഇല്ല അവരെവിടെയോ പൂജയ്ക്ക് പോയിരിക്കുകയാണ് അപ്പം നാളെ കൊടുക്കാം ആ വസ്ത്രം അതൊന്ന് രണ്ടാമത്തേത് ഗോകുലിൻ്റെ പേരിൽ 5 പേരുടെ ഫുഡ് പിന്നെ നിമിഷയുടെ പേരിൽ തന്നെ അമ്മ ശോഭ നായർ 4 പേരുടെ ഫുഡ് ഇത് ശ്യാമ മാതാജിയുടെ കെയർ ഓഫിൽ വന്നതാണ് താങ്ക് യു ശ്യാമ മാതാജി നിമിഷയ്ക്ക് എത്രയും പെട്ടെന്ന് ജോലി ആവണം അതായിരുന്നു വസ്ത്രം അതാണ് ഞാൻ വാട്സപ്പിൽ ഇട്ടുന്നത് കാരണം ഞാൻ അവരോട് പറഞ്ഞ റേറ്റിലും ചെറിയൊരു വ്യത്യാസമുണ്ട് അതാണ് ഞാൻ ആ വസ്ത്രത്തിൻ്റെ ഫോട്ടോ എടുത്ത് ദിവ്യയ്ക്ക് ഇട്ട് തന്നത് അപ്പം ശ്യാമ മാതാജി താങ്ക് യു സോ മച്ച് നിമിഷയ്ക്ക് വേഗം ജോലി ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ അഞ്ജന മഹേഷ് അവരുടെ പേരിൽ 14 ഫുഡ് ഗീത 12 ഫുഡ് ശ്രീജ ശശി 7 ഫുഡ് പിന്നെ കുഞ്ഞിപ്പെണ്ണ് മകം അതിത്രി ആയില്യം അവരുടെ പേരിൽ 4 ഫുഡ് ഓക്കെ ഇന്ന് വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ വെള്ളം ഇനിയിപ്പം നാളെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു കാര്യം കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് ഇത് 30 രൂപ ഇത് കണ്ടോ ഞാനിവിടെ വന്നപ്പോഴേ ഈ താത്ത ഇവിടെ ചീര വിൽക്കായിരുന്നു എനിക്ക് റെഡ് ചീര ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഗൂഗിൾ പേയിലാണ് അപ്പം ഞാൻ ചോദിച്ചു താത്ത എൻ്റെ കയ്യിൽ ചില്ലറയൊന്നും ഇല്ല ഗൂഗിൾ പേ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് അതൊന്നും ഇല്ല ചെവി കേൾക്കില്ല പാവത്തിന് അപ്പോൾ ഇല്ല എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇനി വേണ്ടാന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എന്നെ അറിഞ്ഞുകൂടാ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറേ ഡിസ്റ്റൻസാണ് എത്ര കീര വേണം എന്ന് ചോദിച്ചു ഇവിടെ കീര എന്നാണ് പറയുക ഞാൻ പറഞ്ഞു 3 എണ്ണം എന്ന് പറഞ്ഞു എന്നാൽ 3 കെട്ട് എടുത്തോ നാളെ വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം നാളെ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് വസ്ത്രം കൊടുക്കാൻ ഇവിടെ വരണമല്ലോ അങ്ങനെ ഒരു പരിചയം ഇല്ലാതെ എനിക്കിത് 3 കെട്ട് ചീര തന്നിരിക്കുക കണ്ടോ ഞാൻ 3 കെട്ട് ചീരയും മേടിച്ച് നിൽക്കുക ഇപ്പം പാവം
ഇങ്ങനെ ഈ ലോകത്ത് മനുഷ്യരുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാമു അങ്ങ് അങ്ങ് തന്നെയാണ്. നമുക്കൊരു ബായ് പറഞ്ഞിട്ട് പോവാം താത്തയോട്. താത്ത ശരി കേൾക്കൂല. താത്ത പോരെ, ബായ്, നാളേക്ക് തരേ. ഓക്കെ, 3 കെട്ട്. ഓക്കെ, പാവല്ലേ. ഞാൻ എന്താ ഏതാ എവിടെന്നാന്നൊന്നും അതിനെ അറിഞ്ഞുകൂടാ. എന്നാലും എന്നോട് പറഞ്ഞു കൊണ്ടക്കോളാൻ പറഞ്ഞു. അപ്പൊ മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. ഇതാണ് അയോധ്യ മണ്ഡപം. മെതുവ പോമു. ശ്രീരാം സ്വാമിയുടെ ടെമ്പിളാണ്. കണ്ടോ, രാമായണ കഥ മേലെ കൊത്തിവെച്ചണ്ട. ജയ് ശ്രീറാം. ഇവിടെയാണ് ഞാൻ വസ്ത്രം കൊടുക്കാറ്. ഓളമ്മു ഇപ്പൊ വന്നപ്പോഴത്തേക്കും ഇല്ല. ഇതോ മുരിങ്ങക്കീറമ്മു വേണോ? ഒരു മിനിറ്റ് കേട്ടോ, ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു സാധനം ഇവിടെ കിട്ടിയാവും. ഒരു മിനിറ്റ് കേട്ടോ, നീ വഴി വരൂല, അതുകൊണ്ടാണ്. ഒന്നും വിചാരിക്കല്ലേ. ഞങ്ങൾ ഇങ്ങനെ കുറെ ചീരയുടെ വെള്ളമുള്ള പിടുത്താ. பாட்டி முருங்கைக்கீரை எவ்வளோ? 20 ரூபாவா? சரி, ஜிபே இருக்கா உங்களுக்கு? இருக்கு. கூகுள் பே இருக்கா உங்களுக்கு? ஒரு கெட்டு 20ஆ? அப்புறம் 4 கெட்டு சொல்லி கொடுங்க பாட்டி. பார்த்து சொல்லுங்க. அப்படியா? சரி, அப்போ ஒரு 3 கெட்டு கீரை கொடுங்க. இல்லை 4 கூட வச்சுக்கோங்க. 20 தானே? சரி, 4 கொடுங்க. 4 போதும் இல்லம்மு. எனக்கு ஒரு 2 கொடுத்துருங்க. 4 பத்துமா? பொரியல் செய்த எதுவுமே இருக்காது. 4 வாங்கிக்கோ, நான் கொடுத்துட்றேன். உனக்கு எவ்வளோ வேணும்? ஒன்று 20 ரூபா. அதான் கொஞ்சம் നോക്കാം അനു, ഒന്ന് സമാധാനിക്കുക. അതല്ലേ ഈ പറഞ്ഞോണ്ടിരിക്കണേ. നോക്കാം, 1 മാസം 1.5 മാസം ആയതൊക്കെ ഉണ്ട്. മെസ്സേജ് മാത്രം നോക്കിയിരുന്നാൽ പറ്റൂലല്ലോ. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നോക്കാം, സമാധാനമായിട്ടിരിക്കൂ. എത്ര മെസ്സേജ് എന്നോർത്ത് ഒരു ദിവസം നോക്കൂ. വെയിറ്റ് ചെയ്യൂ. മുരിങ്ങൻ്റെ ഇലയോ ഒരു കെട്ടി 20 രൂപ. അത് നജീം മാതാജി പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 20 രൂപ വെച്ച് അദ്ദേഹം എൻ്റെ അടുത്ത് 3 കെട്ടിന് 60 രൂപയാണ് പറഞ്ഞത്. നാളെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചെറിയ സഹായം കൊടുക്കണം. കാരണം അങ്ങനെ ഒരു മനസ്സ് അദ്ദേഹത്തിന് തോന്നിയല്ലോ നമുക്ക് തരാൻ. അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. നാളെ എന്തെങ്കിലും അദ്ദേഹത്തിന് കുറച്ചധികം പൈസ കൊടുക്കണം. ഞാൻ കൊടുക്കും മാതാജി. താങ്ക് യു നജീം മാതാജി. നല്ല മനസ്സ്, ഇങ്ങനെ ആയിരിക്കണം മനസ്സെന്ന് പറഞ്ഞാൽ. പച്ചക്കറി കാണുമ്പോഴേ വല്ലാത്തൊരു ആർത്തിയാണ്. പ്രത്യേകിച്ച് ഈ ചീര, മുരിങ്ങൻ്റെ ഇലയൊക്കെ കണ്ടാലേ എനിക്ക് നാവിൽ വെള്ളം വരും, കൊതി വരും എനിക്ക്. എങ്ങനെയെങ്കിലും മേടിക്കാൻ ഏത് നടു റോട്ടിലാണെങ്കിലും ചാടി ഇറങ്ങി മേടിക്കും. എவ்வளோ இது? ஏம்மா கொஞ்சம் சொல்லி கொடுங்கம்மா. பயிர் 40 ரூபா. சூப்பரா இருக்காது. ஆமா, பயிர் 40 ரூபா. இது வெந்தயக்கீரை. அது வேண்டாம் எனக்கு. கிருத்திகா போட்டா தெரியுமா? அது 40 ரூபா பயிர். ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് കേട്ടോ. ഇങ്ങനെ കൊതി വരും ഇത് കാണുമ്പോൾ. ചീരയും ഈ പയറൊക്കെ കാണുമ്പോഴേ ചാടി ഇറങ്ങി മേടിക്കും.
നല്ല പയറ്, നല്ല എന്താ പറയുക, ഇങ്ങനെ മണിമണിയായിട്ട് ഇവിടെ കിട്ടും നമുക്ക്. 20 രൂപയ്ക്ക് മേടിച്ച ഒരു ഉച്ചക്കത്തെ കാര്യം കഴിഞ്ഞല്ലോ. നമ്മളിത് അന്വേഷിച്ച് പോയാൽ കിട്ടൂല. പോണ വഴിക്ക് എവിടെ കണ്ടാൽ വേഗം മേടിക്കാന്നുള്ളതാണ്. ഈ ഏരിയ ഫുൾ ബ്രാഹ്മിൺസ് ഏരിയ ആണ്. പച്ചപ്പയറടാ അമ്മ, അത് തൂക്കം, അത് കൊടുങ്ക, அந்த പയർ ഡപ്പ കൊടുങ്ക. പച്ചപ്പയറ് കാണിച്ചു തരാം. എന്തോ ഉണ്ടോ? அந்த சகப்பு கலர் கீரை எவ்வளோ? 30 ரூபாவா? அம்மா அங்க 20 ரூபாய்க்கு தான் அந்த தாத்தா வித்துட்டு இருக்கேன், நீங்க 30 ரூபாய் சொல்றீங்க. அதான் நான் இப்ப வாங்கினேன்ல, ஏதோ இவ்வளவுதான் இருக்கு. அந்த கீரை நல்ல கீரை அம்மா. ஏம்மா இப்படி பண்றீங்க? 20 ரூபாய் கீரை போய் நீ 30 ரூபாய் சொல்ற. உள்ள பைப்பில் வச்சுக்கோங்க. இது புடியுமா? அது ஜாஸ்தி தான் இந்த அம்மா கிட்ட. ஒரு கட்டு 15 ரூபா தான் முருங்கைக்கீரைலாம். வேற வழி இல்லை, என்ன பண்றது? നല്ല ടേസ്റ്റാടേ. ഈ പയർ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് പേരി പോലെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാ. കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് വെച്ചാലേ അത് മതി ചോറുണ്ണാൻ. 20 രൂപയുടെ ചീരയ്ക്ക് അവർ പറയാം 30 രൂപ. ഈ അമ്മ നമ്മളെ പറ്റിക്കുക. നീ ഇവിടെ ചെന്നൈയിൽ വരുമ്പോൾ നമുക്ക് മേടിക്കാം, ഇതൊക്കെ വന്ന് വാങ്ങിക്കാം. നമ്മളുടെയൊക്കെ ഫുഡ് ഇതാ. എനിക്ക് ഇതൊക്കെ ഇഷ്ടം. കണ്ണാ, ഹരേ കൃഷ്ണ. ഇവിടെ ഫുള്ളും ഇതാ, എന്താ പറയുക, പൂക്കള്. വൈകുന്നേരം ആയാലും ഇവിടെ എല്ലാവരും ഇറങ്ങുക ഈ ഒരു സമയത്തിന്. നമ്മുടെ അവിടെ എല്ലാം ഉറങ്ങാൻ കിടക്കണ നേരമായി. അപ്പോഴാണ് പൂവ്, ഫ്രൂട്ട്സ്, മാല, അതിൻ്റെ ഒരു ബഹളമാണ് പിന്നെ ഫുള്ളായിട്ട്. എൻ്റെ മൊബൈൽ മുരിങ്ങലൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ പോയോ നോക്കട്ടെ. നാരായണ നാരായണ നാരായണ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. കൃഷ്ണ ഗുരുവായൂരപ്പ. ഈ പയറ് കിട്ടാൻ എന്താ വഴിയെന്ന് വെച്ചാൽ തിരുപ്പതിയിൽ വരുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഗുരുവായൂർ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഈ ഒരു 1/2 കിലോ പയറ് വാങ്ങിച്ചിട്ട് വരാം. കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, നല്ലതാണ്. ഞാൻ വാങ്ങിച്ചിട്ട് വരാം. കർണാടകയിൽ, ആന്ധ്രയിലൊക്കെ കിട്ടും. ഇത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടേ അതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസായിട്ട് ക്യൂബ് സൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ പോലെ ആക്കി എടുക്കുക. അതിൻ്റെ അകത്ത് ഈ വേവിച്ച പയറും കൂടി ഇടുക. എന്നിട്ട് നാളികേരവും മറ്റേ ഇതും ഇല്ലേ, പച്ചമുളകും കൂടെ മിക്സിയിൽ ഒന്ന് ചതച്ചിട്ട് അങ്ങനെയും കഴിക്കാം. ഇനി അതല്ലെങ്കിൽ ആ സുജു ഒരുവിധം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, മസാലയോ മസാലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും, നമ്മുടെ ഗരം മസാല ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ മസാലകളൊക്കെ ഒന്നിട്ടിട്ട് അങ്ങനെയും ഫ്രൈ ആക്കി എടുക്കാം. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച ഓരോ സാധനങ്ങളാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാ. ഇന്നലെ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മുതിരയും ചെറുപയറും കടലയും കൂടെ 2 ദിവസം മുന്നേ നനച്ചിട്ട് തുണിയിൽ കെട്ടി വെച്ചു. അപ്പം അത് മുളച്ചു. മുളച്ചതിനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചു. വേവിച്ചിട്ട് ചീരയില്ലേ, ആ ചീര, പച്ചച്ചീര ഞാൻ വളർത്തുന്നുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ചീര കിട്ടി. ആ ചീര കുനുകുനേന്ന് അരിഞ്ഞെടുത്തിട്ട് ഈ ചീനച്ചട്ടിക്കകത്ത് കറിവേപ്പിലയും കടുകും ഉണക്കമുളകും കൂടി ഇട്ട് താളിച്ചിട്ട് ഈ മുളപ്പിച്ച പയറ് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചില്ലേ, അത് ഈ ചീനച്ചട്ടിയിലോട്ടിട്ടു. എന്നിട്ട് ഈ ചീരയും കൂടെ അരിഞ്ഞെടുത്തത് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തു. അതിലേക്ക് നാളികേരവും പച്ചമുളകും കൂടെ മിക്സിയിൽ അരച്ചില്ല, ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട്. എന്നിട്ട് നല്ല സൂപ്പർ ഉപ്പേരിയായി. എന്താ ടേസ്റ്റ് എന്ന് വെച്ചിട്ടാ. ഇതുകൊണ്ടാ ഒരുത്തർ ഉക്കാണ്ടിരിക്കാങ്ക 2 ഫുഡ് കൊടുക്കും. നാരായണ. ഇവിടെ ഹൈദരാബാദി ബിരിയാണി. തരാം എല്ലാവർക്കും തരാം. കാലുവേദന എടുക്കും നടക്കുന്നു. இந்தாங்க அண்ணா சாப்பாடு சாப்பிட்டுக்கோங்க.
തരാലോ തരാലോ. ആരാ ചോദിച്ചത്? സുധി. എല്ലാവർക്കും തരാം. ആ, നമ്മുടെ പാലത്തിങ്കൽ ഇന്നലെ കണ്ടായിരുന്നു എൻ്റെ തോരൻ അല്ലേ സുധി? ആ അല്ലേ സുധി? നമ്മുടെ മുളപ്പിച്ച പയറിൻ്റെ തോരൻ, ചീരയും മുളപ്പിച്ച പയറും കൂടി ഇട്ടിട്ട്. ഇന്ന് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കോവയ്ക്ക ചതച്ചു, നീളത്തിലുള്ള കോവയ്ക്ക എടുത്തിട്ട് ചതച്ചു നടുമുറിച്ചിട്ട്, എന്നിട്ട് ഉപ്പ് പുരട്ടി കോവയ്ക്കയിൽ. അങ്ങനെ ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി ഇട്ട് പച്ചമുളക് ഇട്ട് നാളികേരവും കൂടെ ഒന്ന് അതിലിട്ട് ഫ്രൈ ആക്കി. എന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി. ആസ്വദി കണ്ടു ഇന്നലെ. ഫ്രൈ ആക്കിയിട്ട് അത് ഞാൻ അരച്ചു, മിക്സിയിൽ അരച്ചെടുത്തതിലേക്ക് നല്ലോണം അരച്ചെടുത്തിട്ട് എന്ത് ചെയ്തു, കറി പോലെ ആക്കി. എന്നിട്ട് അതിലോട്ട് ഞാൻ ഈ കോവയ്ക്ക ഇട്ടു, വേവിച്ചെടുത്തു. നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ തക്കാളി എടുത്ത്, തിരുവനന്തപുരം മേടിച്ചിട്ട് വരാം, ഒരു ചെറിയ തക്കാളി മുറിച്ച് ആ കറിയിലോട്ട് ഇട്ടു. എന്നിട്ട് കറിവേപ്പിലയും കടുകും കൂടെ ഇട്ട് താളിച്ചു. നല്ലൊരു സൂപ്പർ ടേസ്റ്റ് കറിയായി, കോവയ്ക്ക കറിയായി. അങ്ങനെയൊക്കെ ഒരു ഡിഫറെൻറ്റ് കുക്കിംഗ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ വെജിൽ. போலாமே. இதோ இங்கே இந்த இப்படி போங்க, இப்படி போயிட்டு ஸ்ட்ரைட்டாக போங்க. ஸ்ட்ரைட்டாக போயிட்டு ரைட்டு. இந்த ரைட்டு. സ്ട്രൈറ്റ്. பாட்டி சாப்பாடு வாங்கிக்கோங்க. இதோ சாப்பாடு. பார்த்து அது பத்திரமா பிடிச்சுக்கோ. இந்தாங்க சாப்பிடுங்க. தேங்க்யூ பாட்டி, பாய். வணக்கம் வாழ வைக்கும் சென்னை, பிடிக்குதுன்னை உனக்கு ஈடு இல்லையே. கரெக்ட் தானே? என்ன அது பரவாயில்ல. கோவைக்காய் கறி. இங்கே யாராவது இருக்கீங்களா? பாட்டி சாப்பாடு வாங்கிக்கோங்க. வாங்க வாங்க. என்ன நல்லா சந்தோஷமா கதை பேசிட்டு இருக்கீங்க. அப்படியா? இப்ப நாங்க கொண்டு வந்துட்டேன்ல, எல்லாரும் வாங்கிக்கோங்க. எல்லாருக்கும் வீட்ல இருந்து சமைச்சு எடுத்துட்டு வந்திருக்கீங்க. பூ வியாபாரம் ஆகலையா? ஏன்? ஆயிடும். பிள்ளையார் காப்பாத்துவான், வாங்கிடும். தைரியமா இருங்க. இதோ அவங்களுக்கு எல்லாருக்கும் ஆயிடுச்சா? சரி சரி, ஓகே, சாப்பிடுங்க. சரி வர. யாருக்கு இன்னும் ஒன்று வேணுமா? நான் எப்பவுமே தண்ணி கொண்டு வரேன், இன்னைக்கு தண்ணி வரல, நாளைக்கு கொடுக்குறேன். கொடுக்குறேன் அம்மா. புடவை பெட்ஷீட்டும் எடுத்துட்டு வரேன், அது ஒரு நாளைக்கு அதை எடுத்துட்டு வரேன். சரியா? சரி வரேம்மா, கண்டிப்பா கொடுக்குறேன். சரிங்க, கண்டிப்பா. சரி
கண்ணா, எங்க பார்த்து எடுக்கிறீங்க? അവൻ എവിടെയോ നോക്കി വണ്ടി എടുക്കുന്ന ആ ഓട്ടോക്കാരൻ. ഫുഡ് खाना ഇതാണ് പോണ്ടി ബസാർ. ഇവിടെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്, ഈ സൈഡില്. അണ്ണാ അണ്ണാ സാപ്പാട് வாங்க வாங்கிக்கோங்க சாப்பாடு. அங்க எத்தனை பேர் இருக்கீங்க கேட்டு பாருங்க. 2 போதுமா பத்தாதே? 2 கூட கொடுத்துருங்க, பாவம் சாப்பிட்டுட்டு. அங்க யாராவது இருக்கா? 2 பேர் இருக்கா? அப்ப 4 கூடமோ இனி வேணுமா? சரிங்க. എന്റെ ചീര. തമ്പി വന്ന് സാപ്പാട് വാങ്ങിക്കോടാ വാ. ആ കുട്ടി പഠിക്കുന്ന ബുക്ക് കണ്ടോ, തെരുവിലിരുന്നു കൊണ്ട് പൊതിയിടുന്നത്. നോക്കിക്കേ, ഓടി വാ കണ്ണാ. കണ്ടോ, ആ കുട്ടി ക്രോസ് ചെയ്തു കാല്, പക്ഷെ ഇതാക്കില്ല. എന്താ ക്ലാസ് പഠിக்கிறம்மா? 6th? ஏன் இங்கே உட்காந்து புக்கு கவர் பண்ணிட்டு இருக்கீங்க? அங்கதான் இருக்கா? எப்பவுமே இங்கதான் இருக்குமா கண்ணா? தினமும் இங்கதான் இருக்குமா? எந்த ஸ்கூல்ல படிக்கிற? அப்பா எங்க உங்க? அப்படியா? வீடு சொந்த ஊர் காஞ்சிபுரம். வீடு இல்லையா? இங்கதான் அப்பா படுத்து இங்கதான் படிச்சு இங்கதான் தூங்குறீங்களா நீங்க? சரி, ஸ்கூலுக்கு என்ன வேணுமா உங்களுக்கு? பென்னு பென்சில் நோட்டு வேணுமா? சரி, நாளைக்கு இங்கே இருக்குமா? இங்கே இருக்கும்ல 2 பேரும் இதே டைம்ல இருக்குமா? சரி ஆண்டி, நாளைக்கு இதே டைம்ல புக்கு பென்னு பென்சில்லாம் வாங்கிட்டு வரேன். நல்லா படி கண்ணா, சரியா? நல்லா படி. பேர் என்ன கண்ணா? மணிகண்டனா? உன் பேரு தம்பி? அபிஷேகா? சரி ஆண்டி, நாளைக்கு வாங்கிட்டு வரேம்மா. பேக் இருக்கா உங்களுக்கு? பேக் இல்லையா? ஸ்கூல் பேக் இல்லையா? கிழிஞ்சிருச்சு அது. சரி, கவலைப்படாத ஆண்டி, நாளைக்கு பேகு பென்னு பென்சிலு எல்லாம் வாங்கிட்டு வரேன், சரியா? சரி கண்ணா, நல்லா படி, நல்லா படிக்கணும், சரியா? சரி பா, நாளைக்கு ஆண்டி வரேன், வாங்கிட்டு நல்லா படிமா. பாய் கண்ணா. കഷ്ടം, സോ പത്തറ്റിക്. ആ ബുക്ക് റോട്ടിലിരുന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലെടുത്ത് ക്രോസ് ചെയ്തപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വെച്ചിട്ട് ആ കുട്ടി ചുറ്റിയിട്ട് വന്നു. അച്ഛനും അമ്മയും ജോലിക്ക് വരും. അക്ക സാപ്പാട് വാങ്ങിക്കോങ്ക. വാങ്ങ വാങ്ങ സാപ്പാട് വാങ്ങിക്കോങ്ക. എന്നിട്ട് അവർക്ക് ഒന്നും ഇല്ലെന്ന്. ആരെങ്കിലും എന്നെ സഹായിക്കൂ, ആ കുട്ടികൾക്ക് ബുക്ക് ബാഗെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ ആരെങ്കിലും എന്നെ സഹായിക്കൂ, ആരെങ്കിലും എന്നെ സഹായിക്കൂ, എന്നാലേ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂ. ഇല്ലടാ, ഉണ്ട്, എടുക്കലടാ, പോടാ. ആരെങ്കിലും സഹായിക്കണേ, എനിക്ക് ആ കുട്ടിക്ക് ബുക്കും ബാഗും പെന്നും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ. ഹരേ കൃഷ്ണ. അപ്പൊ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താലേ ആ പിള്ളേർക്ക് എനിക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂ. മാസം ലാസ്റ്റ് ആയതുകൊണ്ട് നോമ്പും കുറച്ച് കഷ്ടത്തിലാണ്. നോ പ്രോബ്ലം, എന്നാലും വാങ്ങിച്ചു കൊടുക്കാം.
പാട്ടി സാപ്പാട് വാങ്ങിക്കോങ്ക വാങ്ങ. ഷോ, ആ കുട്ടി എന്നിട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അവിടെ നിന്നാണ് ആ കുട്ടി പഠിക്കുന്നത്, ആ റോഡിലിരുന്നിട്ട്. താങ്ക് യു ആനി മാതാജി, താങ്ക് യു സോ മച്ച്. ഞാൻ വാങ്ങിച്ചോളാം, എനിക്ക് ഇട്ടാൽ മതി, പേയ്മെൻറ്റ് ഇട്ടാൽ മതി. 2 നല്ല സ്കൂൾ ബാഗും ഒരു 10 നോട്ട്ബുക്സ്, 10 20 നോട്ട്ബുക്സ്, റൂൾ വരയുള്ളതും 20 എണ്ണം വരയില്ലാത്തതും. ஒரு நிமிஷம் நான் இறங்கணும், இறங்கி கொடுக்குறேன். ஒரு நிமிஷம் உங்களுக்கு இறங்க முடியும், எந்திரிக்க முடியாது. கடவுள் நாராயணன் குடியம்மா, அதை எடுக்கிறேன். இந்தாங்க பாட்டியம்மா சாப்பாடு. இல்லை இல்லை, லெமன் ரைஸ் அவங்களுக்கு வேணாவா? ஒரு நிமிஷம். ഹലോ, അതെ സർ, മഞ്ജരീസ് ആണ് സർ. ഞാനൊരു ഹാഫ് ആൻ അവർ കൊണ്ട് തിരിച്ച് വിളിക്കട്ടെ? അന്നദാനം കൊടുത്തോണ്ടിരിക്കുകയാണ്, ലൈവിലാണ്, അന്നദാനം കൊടുത്തോണ്ടിരിക്കുകയാണ്. എവിടെ വണ്ടി കംപ്ലൈന്റ് ആയി? ആ, കേച്ചേരി എടുത്തോ? അവിടെ നിയറസ്റ്റ് ഇതൊന്നുമില്ലേ, വർക്ക്ഷോപ്പ് ഒന്നുമില്ലേ, വേറെ ഷോപ്പുകളൊന്നുമില്ലേ? എന്ത് വണ്ടിയാണ്? ഓട്ടോയോ? എവിടെയാ നിൽക്കണേന്നാ? വടക്കാഞ്ചേരിയോ? വടക്കാഞ്ചേരിയിൽ എവിടെ നിൽക്കുന്നു? നിങ്ങൾ എവിടുന്നാ? വേറെ ആരുണ്ട് നിങ്ങളുടെ കൂടെ? വേറെ ആരുണ്ട്? നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ കയ്യിൽ? അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിൻ്റെ ഫോട്ടോ കോപ്പി എനിക്ക് വാട്സപ്പ് ചെയ്തേ. നിൽക്കുന്ന ലൊക്കേഷനും കൂടെ ഇതിലേക്ക് വാട്സപ്പ് ചെയ്യ്. ലൊക്കേഷൻ ഷെയർ ചെയ്യൂ വാട്സപ്പിൽ നിന്ന്. ആ, ഇത് പൊട്ടാതെ. கொடுத்துருச்சோம்மா? ஆமாம், இங்கே சாப்பிட்டுட்டு இருக்காங்க தான். இட்லி தான் கேட்குறோம். வேற யார் இருக்கமோ பாரு. കൊടുത്തിട്ട് വരാം. അഫ്രാദേ, ഹലോ. എടാ, ഞാൻ അമ്പിളിയാണ്. നിന്റെ വീട് വടക്കാഞ്ചേരി അല്ലേ? ഞാനേ ഇപ്പം നിനക്ക് ഒരു ഇതയക്കാടാ, ഒരു സ്ക്രീൻഷോട്ട്, ഒരു ലൊക്കേഷൻ അയക്കാം. നീ അതൊന്ന് എന്താ പറയുക, അവിടെ ആ ലൊക്കേഷനിൽ ഒരു നമ്പർ ഞാനിപ്പോൾ വാട്സപ്പ് ചെയ്തുതരാം നിനക്ക്. അപ്പം അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒന്ന് പോയിട്ട് എന്താണ് അവിടുത്തെ ഇഷ്യൂ എന്നൊന്ന് നോക്കണം. അവിടെ നമ്മുടെ മഞ്ജരീസിൽ ഒരാളിപ്പോൾ കോണ്ടാക്ട് ചെയ്തു തന്നെ.
അവർക്ക് എന്തോ വണ്ടി പാലക്കാട് നിന്ന് വന്നതാണ്, എന്നിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയി. അപ്പം ഒരു നിവൃത്തിയില്ല എന്നും പറഞ്ഞിട്ട് ഓട്ടോ ആണ് വണ്ടി കെട്ടി വലിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതെന്താ സംഭവം എന്നൊന്ന് പോയി നോക്കൂടാ നീ. വടക്കാഞ്ചേരി എന്തോ ഊട്ടുപാറ എന്നെന്തോ പറയുന്ന സ്ഥലമാണ്. ഞാൻ ഇപ്പം ലൊക്കേഷൻ അയക്കാം. അവർ ഓട്ടോ ആണെന്നാണ് പറഞ്ഞത്. ഒന്ന് നോക്കണം. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്. അവർ പൈസ ഇല്ല, ഭയങ്കര ഇങ്ങനെ ഓട്ടം വന്നതാന്ന് പറയുന്നുണ്ട് പുള്ളി. ഓട്ടോക്കാരനാണ്, നമ്മുടെ ക്ലാസ്സൊക്കെ കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അതിൻ്റെ ജെന്യൂനിറ്റി എനിക്കറിയില്ല. നീ ഒന്ന് നോക്കിയിട്ട് എന്താണെന്നൊന്ന് ചെയ്തു കൊടുക്കും, എന്നിട്ട് എന്നെ ഒന്ന് വിളിക്കണേ. ഓക്കേടാ, ശരി. ഇനി ആരാ ഉള്ളത് നോക്കട്ടെ കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഫുഡ് കഴിക്കാൻ ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടോ നോക്കട്ടെ. തേടി നടക്കണം ആരെങ്കിലും ഉണ്ടോന്ന്. കുട്ടികളെ കാര്യത്തിലൊരു ഹെൽപ്പ് ചെയ്യണം, അത് മറന്നുപോയി. പിന്നെ ഞാൻ യാചന തുടങ്ങി. മക്കൾക്ക് ബുക്കും ബാഗും വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണേ. പനി കുറഞ്ഞു വരുന്നു മാതാജി. താങ്ക് യു ഷാജി പ്രഭു, താങ്ക് യു സോ മച്ച്. ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. പാവല്ല കുട്ടികൾ, അവരുടെ അവസ്ഥ കണ്ടിട്ടേ സോ പത്തറ്റിക്. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. കേട്ടോ. തിരുവനന്തപുരത്തുള്ള ആൾക്ക് ചെന്നൈ കിടക്കുന്ന ഞാനെങ്ങനെയാ ഭക്ഷണം തരിക? എന്താ എല്ലാവരും ശോകമൂകരായിരിക്കുന്നത് ലൈവില്? മിണ്ടാണ്ടിരിക്കണ്ടല്ലോ. ഓഹോ, നിങ്ങളൊക്കെ അപ്പം മഞ്ചരീസിന്ന് വല്ലതും കിട്ടിയിട്ട് കഴിക്കാനിരിക്കുക ആൾക്കാരാ? ഓക്കെ സുജു, വിഷ് യു ഹാപ്പി ആൻഡ് സേഫ് ജേണി. പോയിട്ട് വരൂ. ഹാപ്പി ആയിട്ട് പോയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരൂ. അയ്യോ, ലോ ഒന്നും ഇവിടെ തെറ്റിക്കുന്നില്ല. ഹെൽമെറ്റ് വാങ്ങി മടുത്തതാ. ഇവിടെ എത്ര ഹെൽമെറ്റ് മേടിച്ച് വെച്ചാലും വണ്ടീൻ്റെ മുകളിലൊന്ന് വെച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ഹെൽമെറ്റും കിട്ടത്തില്ല, വെക്കുന്ന ഹാൻഡ് ബാഗും കിട്ടത്തില്ല, കുടയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. രണ്ട് കയ്യിൽ ഭക്ഷണമായിട്ട് പോകുന്ന നമുക്ക് ഹെൽമെറ്റ് പോയിട്ട് വണ്ടീൻ്റെ മുകളിലൊരു സാധനം വെക്കാൻ പറ്റത്തില്ല. ദൂരം நம்ம சாப்பாடு வாங்கிக்கோங்க.
അത് ഭക്ഷണം വേണ്ടാന്ന്. വേണം സുജു. അടുത്ത ലീവിന് വരുമ്പോഴത്തേക്ക് ഞാൻ കോടാലി മൊത്തം തീർക്കും. ഇപ്പൊ ഫുൾ ടൈം അതും കയ്യിൽ പിടിച്ചോണ്ടാ മെസ്സേജ് നോക്കലും എഴുതലും ഒക്കെ. எத்தனை ஃபுட் இருக்காமோ? 4-5 இருக்குமா? ஜிபே பண்ணி கொடுக்கவா? இருக்கா? சரி, அப்போ நீ இங்கேயே நிறுத்தேனே. அங்கே மொபைல் எடுத்து ஏறினா அவ்வளோதான். പെട്രോൾ പമ്പിൽ കയറി. 3-ാം തീയതി അല്ലേ സുജു പോകുന്നത്? സുജു പറയണ്ടായി 3-ാം തീയതിയാ പോണേന്ന്. വാങ്ങാം ദീപക് പ്രഭു ഉറപ്പായിട്ടും മേടിക്കാൻ. എനിക്ക് വാങ്ങി മതിയായി. കട്ടുകൊണ്ട് പോണ ആൾക്കാർ മേടിക്കാം. സേഫ്റ്റിയാണ്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, വണ്ടിയിൽ പോകുമ്പോൾ പെട്ടെന്നൊന്ന് നമ്മളൊന്ന് തട്ടി തടഞ്ഞ് വീണാൽ എന്തിനു പറ്റുമല്ലേ? വാങ്ങാം. അയ്യോ, ഇനിയിപ്പോൾ എല്ലാവരും അതിൻ്റെ മേളിൽ കയറി പിടിച്ചല്ലോ. അജിത് പ്രഭു എല്ലാവരും കയറി പിടിച്ച്. കണ്ടുകൂടെ ഞാൻ വെക്കാത്തത്? പിന്നെ വെക്കുന്നില്ലേ ചോദിക്കുന്നത് എന്തിനാ? ഞാൻ മേടിക്കാം, സമാധാനിക്ക്. ഇവിടെ വാങ്ങി മതിയായി. കട്ടുകൊണ്ട് പോകുന്നേ ട്രെയിൻ. ഈ നമ്മളെ 2 വീലറിൽ വെച്ച് നമ്മളൊന്ന് ഒരു വെള്ളം എടുക്കാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ മതി, അപ്പോഴേക്കും അത് അതിൻ്റെ ആൾക്കാർ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. തങ്കമണി മാതാജി മഞ്ജരീസിലേക്ക് ഒരു മെസ്സേജ് ഇട്ടോട്ടോ. ഞാൻ മെസ്സേജ് ഇങ്ങനെ നോക്കി വരികയാണ്. അപ്പം GPay നമ്പർ തരാം. പാവം കുട്ടികളല്ലേ, റോഡിൽ തന്നെ കിടന്ന് പഠിച്ച്. നമ്മളെ മക്കളൊക്കെ എത്ര സ്വർഗ്ഗലോകത്തല്ലേ ജീവിക്കണം, എന്നിട്ടും അവർക്ക് കംപ്ലൈൻസും പരാതികളും. ആലോചിച്ച് നോക്കിക്കേ. ഹരേ കൃഷ്ണ ശശി പ്രഭു. വിഷ്ണുദേവ് ഗോവർദ്ധൻ ജി. ഇവളെന്തോ എടുക്കുവാ? പെട്രോൾ അടിക്കാൻ മോനപ്പം മുതലാളി വന്നു. ആരാ ഈ ഹെൽമെറ്റിന്റെ കഥ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നത്? ദീപക് പ്രഭു അല്ലേ? ദീപക് പ്രഭു വന്ന് കത്തിച്ചിട്ട് ദീപക് പ്രഭു അങ്ങ് പോയി. അത് പിടിച്ച അജിത് പ്രഭു വന്നു. അത് പിടിച്ചപ്പോ മോനപ്പം മുതലാളി വന്നു. എന്തോന്ന് ഞാൻ വാങ്ങിക്കാം. പനി കുറഞ്ഞു മാതാജി, കോൾഡ് മാത്രമാണ് ഒരു പ്രശ്നം. സുജു, ഞങ്ങൾ എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഓർക്കാട്ടോ സുജുവിനെ. പോയി അമ്മുത് എവിടെ? എത്ര നേരമായി? പെട്രോൾ അടിക്കാൻ പോയതാ. ആഹാ, പ്രിയ മാതാജി, സന്തോഷം. പോയിട്ട് വരൂ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇവളിനി എന്നെ കൂട്ടാതെ ആ വഴിക്കെങ്ങാണ്ട് വണ്ടി എടുത്ത് പോയോ? പെട്രോൾ അടിക്കാൻ പോയിട്ട് அந்த அம்மா இப்பதான் பெட்ரோல் போட போறேன். നോക്കിക്കേ, വേണ്ട അവിടെ നിൽക്കണേ ഉള്ളൂ. ആള് പെട്ട് കൊടുക്കണേ ഉള്ളൂ. ഇനിയിപ്പോൾ എപ്പോൾ പെട്രോൾ അടിച്ചിട്ട് എപ്പോൾ വന്നിട്ട് എപ്പോൾ പോയിട്ട്. നാളെ മുതൽ ക്ലാസ് ഉണ്ട് കേട്ടോ. രാവിലെ കുറേ ദിവസമായില്ലേ? സത്യം അമറേ, വെയിറ്റിംഗ്.
എനിക്കും വിശക്കണം. വീട്ടിൽ പോയി വല്ലതൊക്കെ ഉണ്ടാക്കി തിന്ന് കിടക്കുമ്പോഴേക്കും നേരത്തിൻ്റെ വഴിക്ക് പോകും. അതെ, സത്യം. ആ കുട്ടികളൊക്കെ പഠിച്ച് നല്ല നിലയ്ക്ക് എത്തും. കാരണം ഈ ഇല്ലായ്മകളിൽ അവർക്ക് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് വരുന്നുണ്ടല്ലേ. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ എത്ര സാഹചര്യം ഉണ്ടായിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ പോലും ആ കുട്ടിയൊക്കെ എത്ര അല്ലേ, എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. ശ്രീകല മാതാജി ഹരേ കൃഷ്ണ. അയ്യോ സ്വാമി. അവൾ അവിടെ നിന്ന് നോക്കി അവള് കാടിനോടും മരത്തിനോടൊക്കെ കഥ പറഞ്ഞ് എപ്പോൾ പെട്രോൾ അടിച്ച് എപ്പോൾ വന്നിട്ട് എപ്പോൾ വീട്ടിൽ എത്താൻ. സത്യം മാതാജി, എനിക്ക് ഉറക്കം വരണം. ഞാൻ ഉച്ചയ്ക്ക് ഒരു ഇച്ചിരി നേരം കിടക്കാമെന്ന് ഓർത്തിട്ട് നടന്നില്ല. കുറേ മെസ്സേജ് ഉണ്ട്, എല്ലാം നോക്കി 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 ഇനിയും കുറേ എണ്ണുണ്ട്. ഒരു 600-700 മെസ്സേജ് ഉണ്ട്. നോക്കാം ഷാജി പ്രഭു, ഞാൻ നോക്കാം കേട്ടോ. ഉറക്കം വരുന്നുണ്ടോ നോക്കാമോ. ഇനി വീട്ടിൽ ചെന്നാൽ വേറൊരാളുടെ പുറുപുറുപ്പ് കേൾക്കണം. ബിന്ദുമ്മയുടെ പുറുപുറുപ്പ്. അവിടെ ചപ്പാത്തിക്ക് പൊടിയും കുഴച്ച് വെച്ച് വന്നതാ. ഇനി ആ പുറുപുറുപ്പും കേട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ആണല്ലേ, അപ്പൊ രസത്തിനാ ക്ലാസ്സിൽ കയറിയിരിക്കണല്ലേ മോളെ, പഠിക്കാനല്ല അല്ലേ. ഞാൻ ഈ തൊണ്ട പൊട്ടിച്ച് ക്ലാസ് എടുക്കണം, അപ്പം മോള് രസിക്കാനിരിക്കുക അല്ലേ, പഠിക്കാനല്ല അല്ലേ. നാളെ രാവിലെ എടുക്കാം കേട്ടോ. എൻ്റെ പൊന്നമ്മൂ, ഇവളെന്തോ ചെയ്യായിരുന്നു. അവിടെ ഉള്ളവരോടൊക്കെ കഥ പറഞ്ഞ് ഇനി എപ്പോൾ വരാനാ. ഓക്കെ അനിൽകുമാർ മാതാജി. ഇവളുടെ പിന്നി പോയവരൊക്കെ പെട്രോൾ അടിച്ച് പോയി. അവളിപ്പോഴും വന്നില്ല, വരുന്നുണ്ട്. മത്താമ്മ വരുന്നുണ്ട്. ஏன் போய் இவ்வளோ டிலே? உன் பின்னாடி வந்தவங்களெல்லாம் போயிடுச்சு. இல்லை எவ்வளோ நேரமா நிற்கிது. பெட்ரோல் ஃபில்டர் பண்ணி எடுத்துட்டு நீயே வண்டியில் ஊற்றிட்டு இருக்கமோ. கிணத்துல போய் எடுத்துட்டு நீயே ஃபில்டர் பண்ணி நீயே இதில் ஊற்றி நம்ம இப்படி அநியாயமா பண்ற. நீ வண்டி ஓட்டி பாருமா. பெட்ரோல் தானே அம்மு, சீக்கிரம் அடிச்சுட்டு சீக்கிரம் வரணும்ல. இப்ப போ. ஹாய் ஸ்ரீஜா மாதாஜி. அவங்க சாப்பிடுறாங்க. யாரு? அம்மா. போலாமே. ബോർ അടിച്ചിട്ട് മെസ്സേജ് ഇട്ട് ശല്യം ചെയ്യണല്ലേ. കുറേ പണിയുണ്ട്. ആ ശ്രീകല മാതാജി, എനിക്ക് ഉറക്കം വരുന്നു. ആ ഗുളിക ഭയങ്കര പ്രശ്നമുള്ള ഗുളികയാണ്. ഇന്ന് ഒരു മാതാജി വന്നായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോഴേക്ക് ഞാനില്ല, ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന്. പാവം, അവർ കിച്ചൂട്ടനെ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോയി. മോനപ്പം മുതലാളി, നിങ്ങളെ ഞാൻ വെടിവെക്കും. ടിഷ്യും മോനപ്പം മുതലാളിയെ ഇനിയും എൻ്റെ കൈ കിട്ടും. ഇനിയുമുണ്ട് ഓണം വിഷു ദിവസങ്ങൾ. മോനപ്പം മുതലാളി ജാഗ്രത. നിങ്ങൾ ഇവിടെ വന്ന് കത്തിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണല്ലേ ഇവർക്ക്. ചോദിക്കുന്നു, ശരിയാക്കി തരാം മനുഷ്യ നിങ്ങളെ ഞാൻ. പോലാമേ. ഇപ്പടി പോക മുടിയാതെ. ഇന്നത്തെ പോലെ പണി തന്നോളും. തരാം. അയ്യോ, ദേവദാസ് പ്രഭു പറയാ, ചോദിച്ചു മടുത്ത് എന്നെ മൈൻഡ് പോലും ചെയ്യണില്ല. அண்ணா வாங்க சாப்பிடலாம். சாப்பிட்டீங்களா? சரி, ஓகேங்க. இப்போ சந்தோஷமாக இருங்க. அவங்க எல்லாம் பிரியாணி எல்லாம் சாப்பிட்டு உட்காந்துருக்காங்க. நம்மளோட வெஜிடேரியன் ஃபுட்டெல்லாம் வாங்க மாட்டாங்க. ദേവദാസ് പ്രഭു മെസ്സേജ് ഇട്ടാൽ ഞാൻ ഓടി ഒളിക്കും. ഇല്ല അമറേ, മെല്ലയാ. അയ്യോ എൻ്റെ ദൈവമേ, ജയശങ്കർ പ്രഭുവും തുടങ്ങി. ഇവരെ എല്ലാരെയും കൂടെ ഒരു കയറെടുത്ത് കെട്ടി വെക്കണം, എന്നാലേ സമാധാനം കിട്ടും. ഹെൽമെറ്റ് ഗ്രൂപ്പ് എന്നും പറയുന്നത്. അയ്യോ, അവൻ മലയാളിയാ, തമിഴനാ, ബംഗാളിയാ,
என்ன தெரியல, ஆனால் லாங்குவேஜ் புரியுது. இப்படி தெரிஞ்ச வரைக்கும் இது 1 வே நினைக்கிறேன் அம்மு. 9 மணி ஆயிடுச்சுல, அப்போ பிரச்சனை இல்லை. ஆஃப்டர் 9 1 வே எல்லாம் நம்ம போகலாம், ஒன்றும் பிரச்சனை இல்லை. போலீஸ் மட்டும் இருந்தது, ஏன் வண்டி கிடையாது, எனக்கு எந்த சம்பந்தம் இல்லை, எந்த பொறுப்பும் இல்லை, எல்லாமே அம்மு தான். ஆமாம். ஏன் யாரு இல்லை இல்லை நீ பாமு இல்ல பின்னாடியே அதான் அம்மு, சும்மா போலீஸ் பிடிச்சிட்டு என்னதுக்கு தேவையில்லாத பிரச்சனைகள். நானு ஆருக்கா தமிழ் படிக்கண்டே, எல்லாரையும் படிப்பிச்சரா. അന്നും കുഴപ്പമില്ല ജയന്തി മാതാജി, ഇപ്പം മാറും. ഇന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ ഇട്ടാണ്. நம்ம ஊர் ராங் சைடு தான் நம்ம போயிட்டு இருக்கிறோம். ഞാൻ ജയന്തി. ആഹാ വിഷ്ണുദേവ്, ഞാൻ ജയന്തി. ബഷീർ സാർ നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു സാർ, കുറേ നാളായി സാറിനെ കണ്ടിട്ട്. ട്രിവാൻഡ്രം അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പം സാറിനെ വിളിക്കാം, കാണാം. സാറ് ലൈവില് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സന്തോഷം സാറിനെ ലൈവില് കണ്ടപ്പോൾ. ഉറങ്ങുന്നവരെല്ലാം എഴുന്നേപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് அப்பா சாப்பிட்டீங்களாப்பா? இந்தாங்க சாப்பிடுங்க. ஆ சரிங்க. ആ മനസ്സിലായി മനസ്സിലായി. ആർക്ക്? ആ ഡോള് വിൽക്കണവന് ഞാൻ കൊടുക്കില്ല. അവനോട് ഞാനൊന്നൊരു ഡോള് എൻ്റെ ഏട്ടൻ്റെ മോൾക്ക് ചോദിച്ചിട്ട് അവനെ എങ്ങുന്നില്ലാത്ത റേറ്റാ പറഞ്ഞേ. அப்பா சாப்பிட்டீங்களா? அப்போ நீங்கள் சாப்பிட்டீங்களா? கொடுக்கவா? ഇയാളോടാണ് ഞാനന്ന് ലച്ചുവിനൊരു ഡോള് ചോദിച്ചിട്ട് എങ്ങുന്നില്ലാത്ത റേറ്റാണ് ഇയാൾ പറഞ്ഞത്. இந்தாங்கப்பா. சரிங்க. ഇയാളടുത്ത് ഭയങ്കര റേറ്റാ ഡോളിന്. ഹരേ കൃഷ്ണ. അയ്യോ அண்ணா சாப்பாடு வேணுமா அண்ணா? சாப்பிட்டீங்களா? சரிங்க. பா சாப்பாடு வேணுமா? சாப்பாடு வாங்க. அவங்களுக்கு கூடமோ என்னது? ஆ கொடுங்க. முடிஞ்சிருச்சாமோ? அவ்வளோதானே, കഴിഞ്ഞു കേട്ടോ. കൊടുക്കില്ല കൊടുക്കില്ല കൊടുക്കില്ല. ഡോൾ മുതലാളിക്ക് ഞാൻ കൊടുക്കൂല. അയാൾ അന്ന് എന്താ പറയുക,
ഞാൻ അന്ന് ലച്ചുവിനൊരു ഡോള് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറയും 1400 രൂപ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട തൻ്റെ ഡോളെന്ന് പറഞ്ഞു. ഒരു 200 രൂപയ്ക്കാണെങ്കിൽ നമ്മൾ ഓക്കെ നമുക്കൊന്ന് മേടിക്കാന്ന് വിചാരിച്ചു. അയാൾ ഒടുക്കത്തെ റേറ്റ് 1400 രൂപ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ടോ തൻ്റെ ഡോൾ, എനിക്ക് താൻ തന്നെ വെച്ചോണ്ടിരുന്നോളാൻ പറഞ്ഞു. ടി നഗർ പോണോനാ வீட்டுக்கு போலாம்ல. அது இது இப்போ பாண்டி பஸார். ஆமாம் எனக்கும் பசிக்குதம்மோ. இங்கே ஸ்ட்ரைட்டாக போனால் நம்ம அன்னைக்கு வள்ளூர் கோட்டை. ஆமாம் 1000 லைட்ஸு வள்ளூர் கோட்டை அந்த மாதிரி வருவோமோ. ஸ்ட்ரைட்டாக போனால் நம்ம மாட்டிப்போம். அப்புறம் கோடம்பாக்கம் பிரிட்ஜ் எல்லாம் ஏறி சுற்றி தான் போகணும். டி நகர் போகலாம். டி நகர் போயிட்டு நம்ம லெஃப்ட் கட் பண்ணி அப்படியே ஸ்ட்ரைட்டாக போனால் கேகே நகர். டி நகருக்கு போனோன்னா ஸ்ட்ரைட்டாக போங்க. நீ தெரியும் பிரம்மாண்டமாய் சரவணா ஸ்டோர் வரும்ல, ரெங்கநாதன் ஸ்ட்ரீட்டு புது ஆட்டோவா? சரி நீங்க அங்கே இருங்க, நம்ம போலாமோ. நீ விடு, நீ அங்கே இருப்பா. அம்மு இந்த லெஃப்ட் இடமோ, இந்த லெஃப்ட். അമ്മ ഒരു അമ്മ പറയണേ യവനാ പാത്താ വെട്ടുവാന്ന്. അത്രയും വലിയ റൗഡിയാണല്ലോ അമ്മ വെട്ടാൻ. അപ്പൊ ഞങ്ങള് വഴി ചോദിച്ച് വീട്ടിൽ പോട്ടെ. കുറച്ചുകൂടി ക്ഷീണുണ്ട്, അത് മാറും, അത് ഉറപ്പായിട്ടും മാറും. ടി നഗർ. അയ്യോ നാരായണ. ஒரு நிமிஷம் இங்க இருந்து ரைட்டு போலாமோ. நீ இந்த பக்கம் போமோ, நான் தானே உங்ககிட்ட சொல்றேன், நீ போமோ. பசிக்குதா? நம்ம சுத்தி வீட்டுக்கு போலாமோ. இவக்கு வழி പറഞ്ഞു കൊടുത്താ ഇവക്ക് എന്നെ ഒരു വിലയില്ല. അവള് ജനിച്ച നാട്ടില് നമ്മള് വഴി പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് നമ്മളെ ഒരു വിലയില്ല. അപ്പൊ നമ്മൾ അവളെ ചുറ്റിക്കണ്ടേ? ഇതാണ്. എവിടെയോ പോയി ചേരും, അതുറപ്പാ. കാണിച്ചരാം. பாண்டி பஸார் வள்ளுவர் கோட்டம். அப்போ நம்ம ஸ்ட்ரைட்டு தானே போனோம். நேராக போனால் வேறு இடத்துக்கு போகுமே. வள்ளுவர் கோட்டம் வேண்டாமோ. ஆனால் அவன் நிற்கவே இல்லை. அவன் பின்னாடி போயிட்டு அவன் வீட்டுக்கு தான் போய் சேரும். வந்து பண்ணமோ நீ ரைட் எடு. ஆ இந்த ரைட்டு போயிட்டு லெஃப்ட் போகலாம். ஒரு நிமிஷம் அப்படியே லைனில் இரு, ஒரே செகண்ட். நம்ம அப்படியே லைனில் இரு. எவனா பின்னாடி எல்லாம் போக வேண்டாமோ. நம்ம அப்படிலாம் போனால் வச்சுக்கோங்க நம்ம வீட்டிலே போய் சேராது. நம்ம டார்ச்சரா நம்மளை வந்து. ஐயோ எல்லாருக்கும் விஷக்குது, എനിക്കും விஷக்குது. ஒரு நிமிஷமோ. அவர் கேட்குறது ஆட்டோவில் கூட்டு போகணும். ஆட்டோலா? அதெல்லாம் வேண்டாம். ஆமாம் 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 கரெக்டு. வேண்டாம் வேண்டாம், நம்மளே போயிடலாம். ஐயோ பின்னாடி அம்மு ஸ்ட்ரைட்டாக போ. அம்மு ஸ்ட்ரைட்டு போ. ஒரு நிமிஷம். க்ராஸ் ரோடு ஜங்ஷன் வரும். ஆ ஸ்ட்ரைட்டாக போ. புது ரோட் போட்டிருக்கு. இரு ஒரு நிமிஷமோ. நம்ம டி நகர் ரோடுக்கே போயிடலாமோ. அப்போ திருப்பு. இந்த ரோடு வேண்டாம், அங்கே பிளாக் ஆகிடும். நீ விடு, திருப்பு. பின்னாடி போயிட்டு டி நகர் ரோடுக்கு அந்த லெஃப்ட் போயிடலாமோ. அதான் ஈஸி. இங்கே போனால் வச்சுக்கோங்க அந்த 1000 லைன்ஸ் பிரிட்ஜ் எல்லாம் வந்து நம்ம அதுக்கு மேலெல்லாம் ഏറി നമ്മൾ വീട്ടിൽ പോണ വരെ നിങ്ങൾ കൂട്ടിരിക്കണേ. അത് ആ ഫോണിലാണ് ലൈവ് എടുത്തുകൊണ്ടിരിക്കണേ. സ്ട്രെയിറ്റാக പോയി லெஃப்ட் இடமோ. அது பார்த்துக்கல, நீ கவலைப்படாத. இங்கே இருந்து லெஃப்ட் எடு. ஒரு நிமிஷம்.
ஆஹா ஒரு நிமிஷம் ரைட்டு போ லெஃப்ட் போட்டால் நம்ம டி நகருக்கே பாண்டி பஜாருக்கே போ ரைட்டு போவோம் ரைட்டு ஸ்ட்ரைட்டாக போ ഫോണിലാണ് അല്ല ആ ഫോണിലാണ് ഇതുള്ളത് എന്തുള്ളത് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മാപ്പാണെങ്കിൽ ശരിക്കും എന്തോ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ജിമെയിൽ മാറിയിട്ട് അതും ഒരു പ്രശ്നം அந்த டெட் எண்டில் இருந்து லெஃப்ட் போவோம் ஆமாம் இந்த லெஃப்ட் போனால் எங்கே வரும் ஸ்ட்ரைட்டு ஆமாம் ஸ்ட்ரைட்டு போவோம் இல்லை நீ கவலைப்படாத நான் வழி சொல்லி கொடுக்குறேன் இந்த இடத்துல தான் நம்ம சுற்றினேன் ஆனால் எனக்கு தெரியும் നമുക്ക് നോക്കി പോകാലോ நீங்கள் எங்கே போகிறது மனோஜ் ചേട്ടൻ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം இங்கே இருந்து போயிட்டு அந்த 2 வீலர்காரன் பின்னாடியே போவோம் அப்படியே പോ സ്ട്രൈറ്റാ പോണി മനോജ് ചേട്ടാ ഞങ്ങളെ വീട്ടിൽ പോവാം വഴി കണ്ടുപിടിച്ച് ചോദിച്ച് പോവാം அப்படியே പോ இந்த ആട്ടോക്കാരൻ പിന്നാടിയേ പോ വഴി തെറ്റിയായ അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം നമുക്ക് அப்படியே ஸ்ட்ரைட்டா போமோ நமக்கு ரைட்டு சென்னை மொபைல்ஸ் வரும் ஆமாம் இங்கேருந்து ஸ்ட்ரைட்டு നമുക്ക് പോകാമോ നീ പേടിക്കാതമ്മോ ഞാനുണ്ടല്ലോ ഒരു നിമിഷം തപ്പായി വന്നിട്ടിയോ എന്നൊരു ഡൗട്ട് ഇല്ല മൂയിങ്ക റോഡ് தப்பாயிடுச்சு இந்த வழி வேண்டாம் இந்த வழி போனால் கிண்டி ஆயிடும் திருப்பி அங்கே போய் யூ டர்ன் எடு இங்கே எடுத்தா ஃபைன் அம்மு சரி அப்போ எடு അയ്യോ നാരായണ അന്നദാനം കൊടുക്കാൻ വേണ്ടി വഴിയെല്ലാം തെറ്റി അവിടുന്ന് റൈറ്റാണ് പോണ്ടെന്നാ തോന്നണേ വഴി വീട്ടിലെത്തുന്നാ തോന്നണേ നോക്കാം നമ്മൾ പോവും വീട്ടിലേക്ക് ഒരു നിമിഷമാ இப்படி தான் போகணும் போகக்கூட இருக்கு ஸ்ட்ரைட்டு போவோம் ஒரு நிமிஷம் ஆமாம் ஸ்ட்ரைட்டு அப்படியே ஸ்ட்ரைட்டாக போவோம் நீ போ நம்ம போகலாம் എങ്ങനെങ്കിലൊക്കെ പോകാം വഴി കാണിച്ചു തരാം പോ മുനി അവൻ പിന്നാടിയെ പോ ചോദിച്ച് പോവുക ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ആരും വഴി പറഞ്ഞു തരൂല ചോദിച്ച് പോകാം നമുക്കല്ലേ എന്നാ நீ பயப்படாத அம்மு நான் வீட்டில் கூட்டிட்டு போறேன் அம்முன்னு நீ கவலையே படாத அம்மு എവിടെയോ വന്ന് പെട്ടു പോലീസ് അവര് നമ്മളെ കണ്ടു അയ്യോ അവിടെ ഒരു പോലീസുണ്ട് അയ്യോ அந்த போலீஸ்காரன் அவன் ஸ்மோக்கிங் செக் பண்ணுறீங்களா இல்லைனா ஹெல்மெட்டு செக் பண்ணுறீங்களாமோ கிருஷ்ணா குருவாயூரப்பா போ இப்படியே போ லெஃப்ட் போ நீ இந்த வழியே போ நீ போ உனக்கு வழி அறிഞ്ഞൂടെ இல்ல நீ போ நான் சொல்றேன் எனக்கு தெரியும் വഴി അറിയാതെ പോയിക്കൊണ്ടിരിക്കുക ലെഫ്റ്റ് പോകുന്നു ശരി ഞാൻ വഴി കണ്ടുപിടിച്ച് വീട്ടിൽ ചെല്ലട്ടെ இல்ல நீ பயப்படாத அம்மு நம்ம போறோம்ல நீ பயப்படவே படாத நம்ம ஸ்ட்ரைட்டா போயிட்டு இந்த ரோடு எதுவும் தெரியுமா அன்னைக்கு நம்ம வந்தோம்ல
ஒரு நாளைக்கு வந்தாமோ நம்ம இந்த ரோட்டுக்கு என்ன சொல்கிறது இங்கே இல்லை இல்லை ஒரு மெமோரியல் ஒன்று வருவோமோ, அங்கே இருந்து லெஃப்ட் எடுத்தால் போதும், அதான் கரெக்டு. அது அங்கே அந்த டெட் எண்ட்லேருந்து ரைட் இடமோ, அந்த സിഗ്നൽ இருக்குல்ல സിഗ്നല്, அந்த സിഗ്നലിൽ நம்ம റൈറ്റ് എടുക്കണം. നമ്മളെ വീട്ടിൽ എത്തുമെന്നുള്ള കാര്യം നോക്കട്ടെ കേട്ടോ ആദ്യം. ആമാ இந்த ரைட் எடுக்கணும் സിഗ്നലിൽ இருந்து. ரைட் எடுத்து ஸ்ட்ரெயிட்டாக போகும். രാത്രിയായി വീട്ടിലെത്തുമോ നോക്കാം നമുക്ക്. അയ്യോ നാറായണം. ഒരു നിമിഷമോ, ഞാനേ വഴി കണ്ടുപിടിച്ച് വീട്ടിലെത്തട്ടെ. ஸ்ட்ரைட்டு வரல, மெயின் ரோட்டுக்கு வருவோமோ, அங்கே இருந்தால் அன்னைக்கு நம்ம திருப்பணும். ஞாபகம் இருக்கும் உனக்கு? போலீஸ்காரன் கேட்டுட்டு. ஆமாம், இந்த இடத்துல இருந்தா நம்ம இங்கே இருந்து ஸ்ட்ரைட்டு ஏர்போர்ட்டு, சைதாப்பேட்டு, நந்தவனம் வேண்டாம், அது வேண்டாம். இப்படி தானே போனேன் நம்ம லெஃப்ட்டு? ஒரு நிமிஷம் கேட்டு பார்க்குறேன். இப்படி தானே போனேன் நம்ம? ஆமாம் இப்படி தான் போனேன். ஸ்ட்ரைட்டாக போய் നമ്മൾ ഇപ്പോൾ വഴി കണ്ടുപിടിക്കും. பின்னாடி தான் போனோம் போல இருக்கு. யூட்டர்ன் எடுத்து தான் போனோம். சென்னை காணிச்சிடறேன் നിങ്ങൾക്ക് നൈറ്റിൽ. அங்கே இருந்து யூட்டர்ன் எடுத்து பின்னாடி தான் போனோம் கண்ணா. அங்கே இருந்து யூட்டர்ன் எடுத்து தான் போனோம் போல இருக்கு. கிண்டி பாரிஸ் கார்னர் ஏர்போர்ட் கிண்டி. அப்போ திருப்பணும் யூட்டர்ன் போடுங்க. ஆமாம் போயிடலாம். கிண்டி போய் தான் போகணும். ஆமாம், கிண்டி ஏர்போர்ட்டு, ஆழ்வார்பேட்டு. இப்படி தானே போனோம். இந்த பக்கமும் இங்கேருந்து யூட்டர்ன் எடுங்க. அப்போ டீனார் போகிற வழி தான் கூட சொல்லுங்க. ஒரே ரோடா? அங்கே சிக்னல் இருக்கு. இப்போ இப்படி போகலாமா? இப்படி போவோமோ? இந்துஸ்தான் பெட்ரோலியம் தானே? இந்துஸ்தான் பெட்ரோலியம். இந்துஸ்தான் பெட்ரோலியம். அங்கே இருந்து அண்ணா சாலை ரோடு. ചെന്നൈയിൽ ഒരു രാത്രി നമ്മൾ നൈറ്റ് ഡ്രൈവ് എല്ലാം പോവും. സ്ട്രെയിറ്റ് നമ്മളിന്ന് മഞ്ചരീസിലൂടെ നൈറ്റ് ഡ്രൈവ് പോവാം. സ്ട്രെയിറ്റ് പോമോ. ഇപ്പം ഞാൻ നിങ്ങളെ ടൂർ കൂട്ടിക്കൊണ്ടുപോയില്ല എന്ന് പറയരുത് കേട്ടോ. ഇല്ല അമ്മു, നമ്മ അവങ്ങളെ ടൂർ കൂട്ടിയിട്ട് പോലാന്ന് சொல்லக்கூடாது. കണ്ടോ? ഇല്ല, അതെ, ഞങ്ങൾ നിങ്ങളെ ടൂർ കൂട്ടിയിട്ട് പോയില്ല എന്ന് പറയരുത്. ചെന്നൈയിൽ നൈറ്റ് ഡ്രൈവിന് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് ചോദിച്ച് പോകാം. നൈറ്റ് റൈഡേഴ്സ്. യെസ്. அம்மு திவ்யா சொல்றா, அன்னைக்கு திவ்யாவும் அம்மு லிஃப்ட்ல மாட்டின விஷயம். വീട്ടിലേക്കാ പോണത്. ചോദിച്ച് പോകാം. ஆமாம் கரெக்டு தான். இங்கே இருந்து அந்த லெஃப்ட் இருக்குல்லமோ, வெஸ்ட் மாம்பழம் ஸ்ட்ரைட்டு, வள்ளூர் கோட்டம் ரைட்டு. ஸ்ட்ரைட்டா இப்படி தான் போனோமோ. இதோ இந்த லெஃப்ட் எடுத்துட்டு ரைட்டு கட் பண்ணி போகணும் போல இருக்கு. இல்லை, ஸ்ட்ரைட்டாக போயிடலாம். அவங்க அங்கே இது வச்சிருக்கு போர்டு. போகுது எல்லாரும் போதும், நம்ம போகலாம். அப்படியே போகலாம்.
போலீஸ் இருந்தால் மட்டும் தானே பயப்படணும். ஸ்ட்ரைட்டாக போ. ஆமாம், இங்கே இருந்து ஸ்ட்ரைட்டு போமோ. നമ്മളെ വീട്ടിൽ പോവാണ്. നമുക്ക് നൈറ്റ് ഡ്രൈവ്. ഇത് ഒരു നിമിഷം. സ്ട്രെയിറ്റ് പോകുമോ? സ്ട്രെയിറ്റ് പോകും. ஐயோ நாராயணா. அண்ணா கேகே நகர் எப்படி போறது? ஆ ஃபைனா? அம்மு இது ஒன் வே சொல்றாங்க. நமக்கு ஃபைன் வருமா? நான் கட்ட மாட்டேன். யார் வண்டி ஓட்டினா அவன் தான் கட்டணும். ஆமா, நான் முதலாளி கிடையாது. அம்மு நீ ரொம்ப பயந்தாங்கொள்ளியா? திவ்யா சொல்றான் லிஃப்ட்ல மாத்திட்டு. பயந்தா? சென்னையில ஆனல்ல. இந்த லெஃப்ட் தான். இது எந்த லெஃப்ட்னு தெரியுமாம்மா உனக்கு? நம்ம போஸ்ட் ஆஃபீஸ் ரோடு. ஆமா, போஸ்ட் ஆஃபீஸ் ரோடு. ஆமா ஆமா அல்ல, நம்ம அங்க போயிட்டோம்ல அவங்களுக்கு ஃபுட்டு கொடுக்கறதுக்கு. ഇങ്ങ ഇരുന്ന് റൈറ്റ്. കുറെ നേരം നമ്മൾ റൈറ്റും ലെഫ്റ്റ് പറയട് പോടുണ്ട് വീട്ടിലേക്ക്. കണ്ടോ നൈറ്റില് ചെന്നൈ കണ്ട? വണക്കം വാഴ്വയ്ക്കും ചെന്നൈ. എൻ്റെ കൂടെ നിങ്ങളുമുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ചാണ് വീട്ടിൽ പോകുന്നത്. റൈറ്റ്. ഇപ്പടിയേ സുതി പോമോ? அந்த ഇവൻ പിന്നാടിയേ പോ. അവൻ പിന്നാടിയേ പോ. ഇപ്പടിയേ സ്ട്രൈറ്റാ പോ. ആരാ ഈ സമയത്ത് ഫോൺ വിളിക്കണേ? എന്നെ ഇപ്പൊ വിളിക്കണ്ട, ഞാൻ എടുക്കൂല. വഴി പറഞ്ഞോണ്ടിരിക്കല്ലേ. ഇപ്പടിയേ പോമോ? போமோ, இப்படியே தான் போ. സ്ട്രൈറ്റ് സ്ട്രൈറ്റ്. ബിന്ദുമ്മ അന്വേഷിച്ചിട്ടൊന്നും ഉറങ്ങൊന്നുമില്ല. ബിന്ദുമ്മ സുഖമായിട്ട് അവിടെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുണ്ടാക്കാൻ ലേറ്റ് ആവുന്നോണ്ട് പുറുപുറുത്തോണ്ടിരിക്കും. അതാണ് ബിന്ദുമ്മ ചെയ്യാൻ പോണത്. വീട്ടിക്ക് അന്നമ്മ ആരോടോ ചോദിച്ചാ അമ്മ എവിടെ പോവാന്ന്. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക്. അതെ, ഒരാൾ എന്നെ റൂം ചോദിച്ച് വിളിച്ചു കേട്ടോ. നമ്മുടെ മഞ്ചരീസിലുള്ളവരാടാ ഞാൻ പറയണത്. റൂം ചോദിച്ച് വിളിച്ചിട്ടോ. ശിവമത ചെന്നും മെസ്സേജ് അയക്കണം. അമ്മു ഇതോ ഇങ്ങ இருந்து இது நம்ம எங்க தெரியுமா? ரங்கநாதன் ஸ்ட்ரீட். அம்மு தெரியுதா இந்த ரோடு உனக்கு? நம்ம நம்ம தினமும் வர்ற ரோடு அம்மு. டி நகர்ல இப்படி தானே போனோம். இப்படி போமோ, ரைட்டு போ. எல்லாரும் எங்க போறேன்னு கேக்குறீங்க. இங்க இருந்து ரைட்டு. ஸ்ட்ரைட்டா போ. ஸ்ட்ரைட்டா போ. ஸ்ட்ரைட்டா போயிட்டு அங்க இருந்து லெஃப்ட். அந்த லெஃப்ட் தான். ஸ்ட்ரைட்டா போயிட்டு இந்த லெஃப்ட் போங்க. ഒരാൾ എന്നോട് റൂം ചോദിച്ചു. ഇതോ ഇന്ത ലെഫ്റ്റ് കണ്ണാ. റൂം ചോദിച്ചു വിളിച്ചേ. അപ്പൊ റൂം ചോദിച്ചു വിളിച്ചപ്പോഴേ അവരെന്നോട് ചോദിക്കണേ എടുത്ത ഉടനെ ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയായിരിക്കില്ലേ എന്ന്. ഞാൻ പറഞ്ഞു സാറ് ടോയ്ലറ്റ് പോകാനാണോ വരണേന്ന് വെച്ച്. അയാൾ ഭയങ്കര ചിരി. എന്നിട്ട് അയാൾ എന്നോട് പറയണേ വൈഫൈ ഒക്കെ കിട്ടുമോ? ഞാൻ പറഞ്ഞു റൂമിൽ കിട്ടും, ടോയ്ലറ്റിൽ കിട്ടില്ല എന്ന് പറഞ്ഞു. ഗോ സ്ട്രൈറ്റ് ഡിയർ. ബ്രിഡ്ജിക്ക് കീഴേ പോങ്ക. നമ്മള് വഴി കണ്ടുപിടിക്കൂലേ? നമ്മൾ എങ്ങനെയും വഴി കണ്ടുപിടിക്കാം. നമ്മളെ വീട്ടിൽ പോലോ ഏകദേശം എത്താറായി എന്ന് വിചാരിക്കണു.
ഓൾമോസ്റ്റ് എത്താറായെന്ന് വിചാരിക്കണം. അപ്പം അയാൾ എന്നോട് പറയണേ നീറ്റായിരിക്കുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു ആ. അപ്പം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു പൊടി ഉണ്ടെങ്കിൽ സാറ് ബില്ല് പേ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഒരു പൊടി ഉണ്ടെങ്കിൽ സാറ് ബില്ല് പേ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പം അയാൾ എന്നോട് പറയണേ എന്നാൽ ഞാൻ ബില്ല് പേ ചെയ്യാതിരിക്കാനുള്ള വഴി നോക്കാമെന്ന്. ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ സാറിന് റൂം തരാതിരിക്കാനുള്ള വഴി നോക്കാമെന്ന് പറഞ്ഞു. അയാൾ ഭയങ്കര ചിരി. എന്നിട്ട് എന്നോട് പറയാം നിങ്ങളെ എനിക്ക് കാണണമെന്ന്. ഞാൻ പറയും ഞാനില്ലല്ലോ, ഞാൻ ഫോൺ എടുക്കില്ലല്ലോ, ഞാൻ ചെന്നൈയിലാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഭയങ്കര ചിരിയാണ്. എന്തായാലും ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. പുള്ളി ബുക്ക് ചെയ്തിട്ടുണ്ട്. നാരായണം നാരായണം. അയ്യോ എൻ്റെ ചീരയൊക്കെ പോയി. നമ്മൾ വഴി കണ്ടുപിടിച്ച് പോവും. അയ്യോ നാരായണം. യുവമിഥുനങ്ങൾ കെട്ടിപ്പിടിച്ച് പോകുന്നുണ്ട്. വീട്ടിൽ പോയാൽ സണ്ടത അല്ലമ്മു. ഇങ്ങ ഇരുന്ന് ലെഫ്റ്റ് അമ്മു, ലെഫ്റ്റ്. നേരെ ഇല്ല ലെഫ്റ്റ് ഇല്ല അമ്മു, ലെഫ്റ്റ് തന്നെ പോണോ? இங்கே இருந்து லெஃப்ட் அம்மு, லெஃப்ட். இப்படியே போ ஸ்ட்ரைட். அப்போ போலீஸ் அம்மு ஸ்ட்ரைட். நீ ஏன் அவங்க முன்னாடியே போய் சொதப்புற? அம்மு இதுதான் 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 இந்த வழியை தான். ஆமாம் ஸ்ட்ரைட்டா போ. நீ ஸ்ட்ரைட்டா போ கண்ணே, நான் தானே சொல்கிறேன். എത്തറായി മാതാജി വിഷമിക്കണ്ട. ഇപ്പം നമ്മൾ വീട്ടിൽ എത്തും. സ്ട്രെയിറ്റാ പോങ്ക. ഞാൻ ഉങ്കിட்ட சொல்லல കണ്ണാ. இல்ல நீ என்ன கன்ஃபியூஷன் ஆக்காத கண்ணா. ஏ ஸ்ட்ரைட்டா போ. ஆமா நாள முடியல கடவுளே. അയ്യോ നാരായണം. നല്ല സ്നേഹം കാണിച്ചല്ല. 2 വീലറിൽ പോവും. വീട്ടിൽ ചെന്നാൽ അടിയോടടി പൊരിഞ്ഞടി. ആമാ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് സ്ട്രൈറ്റ്. മുന്നാടിയെ പോയിട്ടിരിക്കാം. മാറിക്കോ വേഗം മാറിക്കോ. ബ്രേക്ക് ഇല്ലാതെ വരുന്നു. ഇന്ന് നിങ്ങളെല്ലാവരും നൈറ്റ് ഡ്രൈവിന് നമ്മുടെ കൂടെ നിൽക്കുക. അന്നദാനം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വഴി മറന്നുപോയി. അയ്യോ എൻ്റെ പൊന്ന് ജയന്തിയമ്മേ, അവിടെ കിടന്ന് പുറുപുറുക്കാതെ ഞങ്ങളിപ്പോൾ വീട്ടിൽ എത്തും. നമ്മൾ വഴി കണ്ടുപിടിച്ചാൽ പോണേ. ഒന്നും ടെൻഷൻ വേണ്ട, നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തും. എനിക്കറിയാം അമ്മേ, എനിക്ക് വഴി അറിയാം. ഞാൻ കണ്ടുപിടിച്ച് പോവും അമ്മ. എനിക്ക് ഈ റോഡൊക്കെ അറിയാം അമ്മേ. അമ്മ കിടന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അങ്ങേ ഇരുന്ന് റൈറ്റ് അമ്മ. ഇതോ അവൻ പോറല്ല, അവൻ പിന്നാടിയെ പോ. നമ്മളെ വീട്ടിലെത്തിയില്ലേ അവൻ്റെ വീട്ടിൽ ചെല്ലും. ഇപ്പിടിതാ അമ്മ. പോ നീ പോ. സ്ട്രെയിറ്റ് പോകുമ്പോ നമ്മുടെ വീട്ടിൽ എത്തിയില്ലേ നമ്മൾ അവൻ്റെ വീട്ടിൽ എത്തും. ഓരോരുത്തരുടെ പിന്നാടി പോയാൽ അല്ലേ. നീ പോ. നീ ഭയപ്പെടവേ പെടാതെ. நான் தானே சொல்றேன். நீ பயப்படாத. நான் வீட்டுக்கு போய் சேரும் நம்ம இன்னைக்கு. இங்க இருந்து லெஃப்ட் போமோ. இங்க இருந்து லெஃப்ட். ഇല്ല, എനിക്ക് എന്നെ ഇടിക്കൊന്നുമില്ല. എനിക്ക് വഴി അറിയാം മക്കളെ. എവിടെ എത്തിയില്ലെങ്കിൽ അവളോട് ഞാൻ പറയും ഇനി നീ ആരോടേലും ചോദിച്ചോളാം അല്ലേ. இங்கே இருந்து ரைட்டு தானே அம்மு நம்ம போனோம். ஆமாம் அம்மு ரைட்டு. ஆமாம் போஸ்டல் காலனி 3rd ஸ்ட்ரீட் ரைட்டு போ. கரெக்ட். വഴി തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറയാം ഇല്ല കണ്ണാ. ഇത് വഴി അറിയാൻ ഞാൻ പറയാം അമ്മുവിനോട്. അമ്മു നീ ആരോടെങ്കിലും ചോദിച്ചു. അമ്മു എനിക്ക് അറിഞ്ഞൂടാ പറയും. അവളെന്നെ അടിച്ച് പപ്പടാക്കും. ஸ்ட்ரைட்டு கண்ணா. நம்ம அன்னைக்கு இங்கே வந்து ஒரு பையன்கிட்ட கேட்டுட்டு தெரியாமல் நம்மளை சொதப்பி விட்ட ஞாபகம் இருக்கா? ஸ்ட்ரைட் ഗോ സ്ട്രൈറ്റ്. ഇന്ന് കണി കണ്ടവനെ എന്നും കാണണം ഭഗവാൻ. ഇന്ന് യാരെ ഞാൻ കാലയിൽ பார்த்தேன்? இந்த അമ്മുവെ தான் பார்த்தேன். ഇവളെ കണ്ട് എഴുന്നേറ്റാലേ ഞാൻ ചുറ്റിക്കളിക്കും. ഇവളിന്ന് കണ്ടത് ഇവളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു സർവൻ്റ് അമ്മേനെ. എൻ്റെ അമ്മോ
അതൊരു വല്ലാത്തൊരു സാധനമാണ് മക്കളെ. അത് ജോലി കണ്ടാൽ അപ്പം എസ്കേപ്പ് ആവും. ഇங்கே இருந்து லெஃப்ட் தான் நம்ம போனோம். യെസ്. നീല പൈതലി നമ്മൾ വീട്ടിലെത്തുമോ? എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. എത്തേണ്ടതാണ്. தெரியுதாமோ? இப்போ மனோஜ் பவன் வந்துருச்சு. லெஃப்ட் பாரா அன்னே போனோம்ல, இந்த வழியே தானே போனோம் அன்னைக்கு மனோஜ் பவன்ல இருந்து. இப்போ தெரியுதா? இந்த சிக்னல்ல இருந்து நம்ம அன்னைக்கு சிக்னல்ல சுற்றி ஒருத்தருக்கு ஃபுட்டு கொடுத்த ஞாபகம் இருக்கா? இங்கே இருந்து லெஃப்ட், ഇங்கே ഇருந்து സ്ട്രേറ്റ് പോയിട്ട് അയ്യോ ഇന്ന് നമ്മൾ വീട്ടിലെത്തണം. എല്ലാവരും ഹരേ കൃഷ്ണ ജപിച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ ജപിച്ചോളൂ. നമ്മൾ വീട്ടിൽ എത്തണം ഇന്ന്. എത്തും. വേലക്കാലി ആയിരുന്നാലും നീ എൻ മോഹവല്ലി. ഇங்கே ഇருந்து റൈറ്റ് തന്നെ കണ്ണ. ഇപ്പൊ വഴി തെരിയൂല്ലേ? ഇங்கே ഇருந்து റൈറ്റ്. നമ്മളുടെ വീട് വന്നു, ഇനിയുമുണ്ട് ഒരു അരമണിക്കൂർ. സ്ട്രേറ്റ്. ഇനി തെരിയൂല അമ്മോ? തെരിയൂല ഉനക്ക്? അവളെ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ. ഇനി അവക്ക് വഴി അറിയാം. ഇനി നമുക്ക് തെരിയൂല്ലേ? ഓക്കെ. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് കടന്നു. നമ്മുടെ വലയത്തിലേക്ക് കടന്നു. നമ്മൾ വഴി കണ്ടുപിടിച്ചു. അശോക് നഗർ 11th Avenue. ഒരന്നദാനം കൊടുക്കാൻ പോയതാ. എന്താ കഥ നോക്കണേ. സമാധാനമായി. ആർക്കാ സമാധാനമായത്? இங்க இருந்து ரைட் தெரியும்ல. லெஃப்ட் போனா கத்திப்பாரா ஜங்ஷன் ஏர்போர்ட், ரைட் போனா நம்ம வீட்டுக்கு தான் പോകും. ഓക്കെ, കണക്ട് ചെയ്തു. നമ്മുടെ റോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് പേടിക്കാനില്ല. എത്തി. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് സമയം. എത്ര എന്തിനാ പേടിക്കണേ? ഞങ്ങളിങ്ങനെ രാത്രിയൊക്കെ ഇറങ്ങി നടക്കാറുണ്ട്. എറണാകുളത്താണേലും ഇറങ്ങി നടക്കാറുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇതുപോലെ പാലാരിവട്ടം, MG റോഡ്. ഒരു പ്രാവശ്യം ഞാൻ ഇതെടുത്തു, i20 സ്പോർട്സ് വണ്ടി എടുത്തു. ഇപ്പം 2016 പുതിയ വണ്ടി എടുത്ത സമയത്ത് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അറിയാതെ നിൽക്കുന്ന സമയത്ത് എന്തുണ്ടായെന്നറിയോ? KK നഗർ 1 കിലോമീറ്റർ ലെഫ്റ്റ്, KK നഗർ റൈറ്റ് വടപള്ളി പോണ സമയത്തെ എന്തുണ്ടായിന്നറിയോ? ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഇതും എടുത്തിട്ട് എവിടെ പോയി എന്നറിയോ? നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ പോകാമെന്ന് പറഞ്ഞ് രാത്രി ഒരു 11 മണിക്ക് ഇറങ്ങി. അയ്യോ, തോപ്പുംപടി പാലം കയറിയിട്ടേ ഭഗവാനെ, ആ തോപ്പുംപടി പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് വണ്ടീൻ്റെ അകത്ത് ഞങ്ങൾ എന്തോ സാധനം മേടിക്കാൻ ഇറങ്ങി. ഇത് കിടന്ന് സൈറൺ മുഴക്കിയിട്ട് എവിടെയാ ഇത് ഓഫ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പിന്നെ ചോദിച്ച് കറങ്ങി ഞങ്ങൾ എവിടെ എത്തി? പാലാരിവട്ടത്തെത്തി. പാലാരിവട്ടത്തായിരുന്നു ഞങ്ങൾ താമസിച്ചത്, കോമള ആർക്കേഡിൽ. എല്ലായിടും പോയാൾ അവസ്ഥ ഇതാ. നമുക്കറിയാം, വഴി അറിയാം. അതാ ഞാൻ അവളോട് പറഞ്ഞത്, നീ പേടിക്കണ്ട, ഞാൻ വഴി നോക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ശരി, നമുക്കിനി നാളെ രാവിലത്തെ ക്ലാസ്സിൽ കാണാം. നമ്മൾ നമ്മുടെ വീട്ടിലെത്താൻ ഇനി ഒരു മുക്കാൽ മണിക്കൂറില്ല, ഒരു 10-20 മിനിറ്റ്. 20 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലെത്തും. ഓക്കെ, 20 മിനിറ്റ് മാക്സിമം. 20 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും.
ഓക്കെ, എങ്കിൽ പിന്നെ എല്ലാവർക്കും ശുഭരാത്രി. നിങ്ങളെല്ലാവരും രാത്രി നമ്മുടെ കൂടെ നൈറ്റ് ഡ്രൈവിന് കൂട്ടിയിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അയ്യോ പോവാണെന്ന്, പോവാ. വീട്ടിൽ പോയിട്ട് ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വേണം, കഴിച്ചിട്ട് വേണം കിടക്കാൻ. സാരല്ല, എല്ലാവരും ചേർന്നൊന്ന് ചപ്പാത്തി പരത്തിയാൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. നിങ്ങളെല്ലാവരും നമ്മൾക്ക് കൂട്ടിയിരുന്നു. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. നമ്മൾ വഴി കണ്ടുപിടിച്ചു. ഹരേ കൃഷ്ണ. ഉറങ്ങിക്കോളൂ കേട്ടോ. രാവിലെ ക്ലാസ് ഉണ്ട്, ആരും മറക്കരുത്. എല്ലാവരും ക്ലാസ്സിൽ കയറണം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.